അച്ഛാ ഒന്ന് ഫോൺ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക, അതൊന്ന് പെട്ടെന്നൊന്ന് വന്നേ, എനിക്കൊന്ന് എക്സ്ചേഞ്ച് വരെ പോകണം. ഇനി എത്ര അടുത്ത് കയറി ഇറങ്ങിയാൽ പറ്റും, എത്ര നേരം അവിടെ പോയി നിന്നാ പറ്റും? എന്തിനാ നീ എപ്പോൾ നോക്കിയാലും ടെൻഷനാണല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, എക്സ്ചേഞ്ചിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇവിടെ വീട്ടിൽ ചെന്നിരുന്ന് അയക്കാന്നേ. അതെങ്ങനെ? ഞാൻ നിങ്ങളോടും കൂടെ ഒരു കാര്യം പറയാം. നിന്റെ അതേ ടെൻഷനാ പലർക്കും. നാട്ടിൽ ഇച്ചിരി പൈസ അയക്കണമെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇവളുടെ അതേ ടെൻഷനാ പലർക്കും. ആദ്യം എക്സ്ചേഞ്ചിൽ പോകും. എക്സ്ചേഞ്ച് ചെന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇന്നത്തെ കറണ്ട് റേറ്റ് എന്താ. ഗൂഗിളിൽ നമ്മൾ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കും ഇന്നത്തെ കറണ്ട് റേറ്റ് എന്താണ്. അപ്പോൾ അവരൊരു റേറ്റ് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതെ, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ്. അപ്പോഴും ഗൂഗിളിന്റെ റേറ്റ് ആയിരിക്കത്തില്ല അവർ പറയുന്നത്. അവരിപ്പം സപ്പോസ് 24 റുപ്പീസ് ഉണ്ടെന്നെങ്കിൽ അവർ പറയുന്നത് 23 റുപ്പീസ് 90 ഫിൽസെന്നോ അങ്ങനെ ഒരു 10 ഫിൽസ് ഒക്കെ കുറച്ചാണ് പറയുന്നത്. UAE ദിർഹം അനുസരിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് പറയും. അപ്പോൾ നമ്മൾ പറയും സാർ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ് എന്താ. അപ്പോൾ അവർ അടുത്ത ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര രൂപ നാട്ടിൽ അയക്കാനുണ്ട്, അതിനനുസരിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് അങ്ങ് പറയുമ്പോഴത്തേക്കും അവർ പറയും ശരി, എമൗണ്ട് ഇച്ചിരി കൂടുതലാണെങ്കിൽ അവർ പറയും ശരി സാറേ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ മാനേജറെ വിളിച്ച് ചോദിക്കട്ടെ. അടുത്ത് മാനേജറെ വിളിക്കുന്നു. എന്തൊക്കെ ഡ്രാമയാണ് കാണിക്കുന്നത് അല്ലേ? അതെ, ഇതിന് സമയം പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി അതിനെപ്പറ്റി നിങ്ങൾ പറയണ്ടാകേണ്ട. മാനേജറെയും വിളിച്ച് അതിനുവേണ്ടി നിങ്ങളൊന്നും ആരുടെയും കൈയും കാലും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കുണ്ടല്ലോ ഗൂഗിളിൽ കാണിക്കുന്ന അതേ എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്ക് തരുന്ന ഒരു സംഭവം. എന്താണെന്നറിയോ? ആ എക്സ്ചേഞ്ച് ഞാൻ പറയുന്നതിന് മുമ്പ് അപ്പോൾ ഗൂഗിൾക്ക് ആദ്യത്തെ ഒരു ബെനിഫിറ്റ് 5 ബെനിഫിറ്റ് തരുന്ന ഒരു എക്സ്ചേഞ്ചിനെ പറ്റി ഞാൻ പറയുന്നത്. ഒന്ന്, ഗൂഗിൾ കാണിക്കുന്ന അതേ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ചേഞ്ച്. 2, നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കണമെങ്കിൽ ഈ എക്സ്ചേഞ്ചിൽ എന്തായാലും ഇത്ര രൂപ വരെ അവർ പറയുന്നത് 15 ദിർഹം, അല്ലെങ്കിൽ ഓഫർ കിട്ടുമ്പോഴാണ് 10 ദിർഹം പറയുന്നത്. ട്രാൻസാക്ഷൻ അവരുടെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഇവർക്കുണ്ടല്ലോ നിങ്ങൾ കൊടുക്കേണ്ടത് 0 സർവീസ് ചാർജ്. അപ്പൊ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് കൂടി ആയില്ലേ? അപ്പൊ അത് ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് അയക്കുന്നതിൻ്റെ ഓക്കെ ആ ബെസ്റ്റ് റേറ്റ് തരിക മാത്രമല്ല, നിങ്ങൾക്ക് ക്യാഷ് ബാക്കും കൂടെ തരും. എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യമായിട്ടാണ് അവർക്ക് പൈസ അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുന്നതിൻ്റെ 5% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ഏതെങ്കിലും എക്സ്ചേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ. പിന്നെ അടുത്തതുണ്ടല്ലോ, അതെ, ഞങ്ങളുടെ ഈ ഒരു കോഡ് ഇവിടെ കാണിക്കുന്ന ഈ കോഡ് ത്രൂ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു ഇൻവൈറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ഈ ഇൻവൈറ്റേഷൻ കൊണ്ട് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് 50 ദിർഹം ക്യാഷ് ബാക്ക് കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് അയക്കാം. എങ്ങനെയുണ്ട്? ഒരു 5000 ദിർഹം നിങ്ങൾ നാട്ടിലേക്ക് എപ്പോഴെങ്കിലും ചേർന്ന് എല്ലാം കൂടി ചേർന്ന് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ദിർഹം ക്യാഷ് ബാക്ക് കൂടി കിട്ടും. ഓക്കെ. ഇനി അടുത്ത ഈ എക്സ്ചേഞ്ചിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ റെഫർ ചെയ്യുകയാണ്. നിങ്ങൾ ഈ എക്സ്ചേഞ്ച് ത്രൂ ക്യാഷ് അയക്കാൻ നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് വെച്ചോ, അപ്പോഴും നിങ്ങൾക്കും കിട്ടും എന്താ പറയുക 50 ദിർഹം ക്യാഷ് ബാക്ക്. നിങ്ങളുടെ ഫ്രണ്ടിനും കിട്ടും 50 ദിർഹം ക്യാഷ് ബാക്ക്. ഇത്രയധികം ബെനിഫിറ്റ് ഉള്ള മറ്റൊരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെ ക്യൂ നിൽക്കേ വേണ്ട. ഇനി അടുത്ത മറ്റൊരു ബെനിഫിറ്റ് ആണ്, നമ്മൾ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവരോട് പറയുമ്പോൾ അവർ പറയും ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇച്ചിരി പൈസ കുറയും. അതല്ല 2 ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് തരാം. ബെസ്റ്റ് റേറ്റും അപ്പോഴും ഗൂഗിൾ റേറ്റ് ആകുന്നില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഈ എക്സ്ചേഞ്ച് ത്രൂ അയക്കുകയാണെങ്കിൽ വിത്തിൻ 2 hours ഈ പൈസ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. വെരി ഫാസ്റ്റ് പ്രോസസ്. അപ്പൊ എത്ര 5 6 അല്ല ഞാൻ ഈ എക്സ്ചേഞ്ചിന്റെ ഇപ്പൊ ഏതാണ് ഈ എക്സ്ചേഞ്ച് എന്ന് അറിയണ്ടേ? നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് പോകാം. വീട്ടിൽ പോയി സമാധാനത്തോടെ അയച്ചാൽ മതി. ഏതാണ് ഈ എക്സ്ചേഞ്ച് എന്ന് അറിയണ്ടേ? ആസ്പോറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അത് ഞങ്ങളുടെ ഇപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ആസ്പോറ നിങ്ങളുടെ ആപ്പിൾ സ്റ്റോറിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കൂടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ അതിനകത്ത് ഈ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 ദിർഹം ക്യാഷ് ബാക്കും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയും മടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയധികം ബെനിഫിറ്റ് ഉള്ള, ആരുടെയും കൈയും കാലും പിടിക്കേണ്ട, ഒരു ക്യൂവിൽ നിൽക്കേണ്ട, ഗൂഗിൾ റേറ്റ് എത്രയാണോ അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ട്രാൻസാക്ഷൻ ചാർജ് 0 കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇനി നിങ്ങൾ മടിച്ചു നിൽക്കില്ലേ? നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീട്ടിൽ പോയി റിലാക്സ് ആയിട്ടിരുന്ന് പേയ്മെന്റ്. അപ്പോ ഇനി നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, ആസ്പോറ ഡൗൺലോഡ് ചെയ്യൂ, ഇന്ന് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ
മറ്റൊന്നും കൊണ്ട് പേടിക്കണ്ട. ഈ ആസ്പെറോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും വ്യാജമാണോ, എന്തെങ്കിലും തട്ടിപ്പാണോ എന്ന് വിചാരിക്കും. ഇത് പവേർഡ് ബൈ ലുലു മണി എക്സ്ചേഞ്ച്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ പവേർഡ് ബൈ ലുലു മണി എക്സ്ചേഞ്ച്. അപ്പോൾ ഇനി അതും അടിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലുലുവിൽ വിളിച്ച് നിങ്ങൾ ചോദിക്കാമല്ലോ, ലുലു മണി എക്സ്ചേഞ്ചിലോ ചോദിക്കാമല്ലോ ഈ ആസ്പെറോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടിച്ചു നിൽക്കണ്ട, ഗോ അഹെഡ് അല്ലേ. ഇനി അപ്പോൾ വീണ്ടും കാണുന്നവരെ മസ്സലാമ. ഇനി എൻ്റെ വൈഫ് എന്നെ നിർത്തിപ്പോയിരിക്കും കേട്ടോ. ശരി, ബൈ.